അടുത്ത കാലത്ത് യുവ വായനക്കാർക്കിടയിൽ തരംഗമായ പുസ്തകമാണ് അഖിൽ പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി. പുസ്തകത്തെ ആഘോഷിക്കുന്നവരും വിമർശിക്കുന്നവരുമൊക്കെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ആ ചർച്ചകൾക്കിടയിൽ രാഷ്ട്രീയം കൂടി കലർന്നാലോ? റിപ്പോർട്ടിലേക്ക്. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മരാജന്റെ പുസ്തകം 2 ലക്ഷം കോപ്പികൾ വിറ്റ് മുന്നേറുന്നതിന്റെ വിജയാഘോഷം. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടെ തരൂരും ചടങ്ങിലേക്ക്. യുവ എഴുത്തുകാരനെ മുക്തകണ്ഠം പ്രശംസിച്ച തരൂർ അഖിലുമായി നർമ്മ സംഭാഷണം. ചെന്നൈ നഗരത്തിലെ ജീവിതത്തിന്റെ സൂക്ഷ്മതകളെയും വൈവിധ്യങ്ങളെയും സുന്ദരമായ വാക്കുകളിലൂടെ വിവരിക്കുന്ന നോവലിലെ രാഷ്ട്രീയത്തിൽ സംസാരിച്ചു തുടങ്ങി എഴുത്തുകാരന്റെ രാഷ്ട്രീയത്തിലേക്ക്. താങ്കൾക്ക് പിന്നെ ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് ചെന്നൈയിലും പോയി രാഷ്ട്രീയം കണ്ടൊരു വ്യക്തിയായ കാരണം താങ്കൾക്ക് ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ? ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് താങ്കൾക്ക്. എല്ലാവിധം താങ്കൾ എഴുതി കഥകൾ പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ രാഷ്ട്രീയ ലോകം കാണുന്നത്? ഞാൻ നല്ല മനുഷ്യർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു പാർട്ടിയിലും ഇപ്പോൾ എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചാലും ഞാൻ പോവും, കോൺഗ്രസ് പാർട്ടി വിളിച്ചാലും പോവും, ഈവൻ BJP വിളിച്ചാലും പോവും, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിളിച്ചാലും പോവും, എല്ലാത്തിലും പോകും ഞാൻ. എല്ലാവരോടും വിളിക്കാൻ പറയണോ? സമയമുണ്ടോ? അഖിലിന്റെ എഴുത്തിലെ വ്യത്യസ്തത രാഷ്ട്രീയത്തിൽ നന്നല്ലെന്ന് തരൂരിന്റെ ചെറു ഉപദേശം. രാഷ്ട്രീയത്തിൽ ഓരോരോ ജോണറിൻ്റെ ചാടി ഓരോരോ ഐഡിയോളജി ചാടി വേറെ വേറെ ഐഡിയോളജിക്ക് പോകുന്ന ആൾക്കാർ നമുക്ക് അത്ര നല്ല അഭിപ്രായമില്ല. ചില വിശ്വാസം ഉണ്ടാവും. പുസ്തക ചർച്ചയ്ക്കെത്തിയവരോട് വോട്ടും ചോദിച്ചാണ് തരൂർ മടങ്ങിയത്. 24 തിരുവനന്തപുരം.